അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്ക് വളരെ എളുപ്പം തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ബ്രെഡ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് മതി ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറിലാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. 2 ഫ്രഷ് ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരു ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പൾപ്പാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അലിയിച്ചെടുക്കണം. നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 മിനിറ്റ് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ വിവോയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി കേക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 12 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ ഒരു 1.5-2 കപ്പോളം പഞ്ചസാര സിറപ്പ് ആവശ്യമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് പൾപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഒരു 1.5 കപ്പ് പഞ്ചസാര സിറപ്പിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാഷൻ ഫ്രൂട്ട് പൾപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബോർഡിൽ കുറച്ച് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യത്തെ ലെയറിൽ 4 പീസ് ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള കേക്കാണിത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള കേക്കും തയ്യാറാക്കാം. അപ്പോൾ റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ബ്രെഡ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് പഞ്ചസാര സിറപ്പ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കണം. ബ്രെഡ് നല്ല സോഫ്റ്റ് ആവണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലെയറും ഇതുപോലെ വെച്ച് കൊടുക്കാം. 4 പീസ് ബ്രെഡ് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലും പഞ്ചസാര സിറപ്പ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര സിറപ്പ് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇതുപോലെ മൂന്നാമത്തെ ലെയറും ചെയ്യാം. അതിൻ്റെ മുകളിലും വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഫുള്ളായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കുക. കേക്ക് മുഴുവനായിട്ട് ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ഫാഷൻ ഫ്രൂട്ട് സിറപ്പ് ഇതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് അലങ്കരിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്രെഡും ഫാഷൻ ഫ്രൂട്ടും വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.